വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ചക്കയുടെ ചകിണി കൊണ്ട് എങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള സ്നാക്സ് മിക്സർ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഒരു കുടുംബത്തിൻ്റെ വിശപ്പ് മുഴുവൻ അകറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭക്ഷണപദാർത്ഥമാണ് ചക്ക. അന്നുള്ള ആൾക്കാർക്കൊന്നും യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടായിട്ടിരുന്നില്ല. കാരണം അത് ഈ ചക്കയ്ക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഭക്ഷണപദാർത്ഥമാണ്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, സിങ്ക്, മാഗ്നീഷ്യം ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ധാരാളം മിനറലുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചക്കച്ചകിണി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടുകടല, നിലക്കടല, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും വിഭവങ്ങളാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടിയത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകാനായിട്ട് വേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വാദിഷ്ടമായിട്ടുള്ള മിക്സർ ഉണ്ടാക്കാനായിട്ട് ഈ ചക്കച്ചകിണി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചക്കച്ചകിണി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാവുള്ളൂ. കാരണം ചക്കച്ചകിണി വളരെ മൃദുവായതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് ഈ ചക്കച്ചകിണി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് എണ്ണ വാലാൻ വേണ്ടി നമ്മൾ ഈ വറുത്ത ചക്കച്ചകിണി നമ്മൾ കിഴുത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എണ്ണയിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കുക. അതും നമ്മൾ വറുത്ത് കോരി എടുക്കണം, കാരണം നല്ലവണ്ണം മൂക്കണം. അപ്പോൾ ഇത് ഒരു കളറ് മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. മിക്സറിനകത്തൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. അങ്ങനെ ആ പൊട്ടുകടലയും മൂത്ത് വന്നിട്ടുണ്ട്, വെളുത്തുള്ളിയൊക്കെ മൂത്തു. അതും നമ്മൾ നേരത്തെ ചക്കച്ചകിണി വറുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ കാലാൻ വേണ്ടി കോരി വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഐറ്റോടാണ് വറുത്ത് എണ്ണയിലെടുക്കേണ്ടത്. അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. ചിലർ ഇതിൻ്റെ അകത്ത് വറ്റൽമുളക് കൂടെ വറുത്ത് ചേർക്കാറുണ്ട്. ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇതിലേക്ക് വറുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ കോരി നേരത്തെ വെച്ചിരിക്കുന്ന ഉപ്പേരി, ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക്, അതിനും എണ്ണ മാറാനായിട്ട് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നിലക്കടല റോസ്റ്റഡ് നിലക്കടല ആയതുകൊണ്ടാണ് ഞാൻ നിലക്കടല വറുത്തെടുക്കാഞ്ഞത്. അപ്പം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇച്ചിരി എടുക്കുന്നു. അതിനുശേഷം എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കുന്നു. അതിനുശേഷം റോസ്റ്റഡ് നിലക്കടല ചേർക്കുന്നു. നിങ്ങൾക്ക് പച്ചക്കടലയാണെങ്കിൽ അത് വറുത്തെടുക്കണം. അതിനുശേഷം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. കായപ്പൊടി, ഏറ്റവും മിച്ചറിന് രുചി കിട്ടാൻ വേണ്ടിയാണ് കായപ്പൊടി, നല്ല കമ്പനിയുടെ കായപ്പൊടി ചേർക്കുക. അതിനുശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഈ ചേർത്ത ചേരുവകളൊക്കെ വയ്ക്കണം. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള മിക്സർ ലഭ്യമായി കഴിഞ്ഞു. ഇത് കൊച്ചുകുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, വലിയവരും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കും. താങ്ക് യു.